ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആട്ടപ്പൊടി ഉപയോഗിച്ചിട്ട് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഏകദേശം ഒരു 20-25 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടുതൽ വീഡിയോസ് കാണുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങാക്കൊത്ത് ഇതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ നെയ്യാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് അതിലോട്ടേക്ക് കുറച്ച് തേങ്ങാക്കൊത്താണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ലൈറ്റ് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ടേക്ക് മുന്തിരി കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാൻ ചെയ്യുന്നത് ഒരു മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിലോട്ടേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർക്കുക. ഞാനിവിടെ 7 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നിങ്ങൾക്ക് എടുക്കാം. ഇങ്ങനെ ആവുമ്പോൾ ഒരു ഇളം മധുരമാണ് നമ്മുടെ കേക്കിന് ഉണ്ടാവുക. ഇനി ഇതിലോട്ടേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു 1/2 കപ്പ് ഓയിലാണ്. ഒട്ടും സ്മെല്ലില്ലാത്ത ഓയിൽ വേണം എടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ട് നമുക്കൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം. ഇനി ഇതിലോട്ടേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു 2 കപ്പ് ആട്ടപ്പൊടിയാണ്. അതിനു വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലോട്ടേക്ക് ഈ ആട്ടപ്പൊടി ചേർത്തതിന് ശേഷം അതിലോട്ടേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡറാണ് നമ്മളിവിടെ ചേർത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സ്മെല്ല് വരാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം ഈ മിക്സ് ചെയ്ത ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടേൻ്റെ മിക്സ്ചറിലോട്ടേക്ക് കുറച്ച് ചേർത്തതിന് ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. ഓവർ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പം ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബേക്കിംഗ് പൗഡർ ചേർക്കുമ്പോൾ മുട്ടയും ബേക്കിംഗ് പൗഡറായിട്ട് വരുമ്പം അധികം സ്മെല്ല് ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ചൂടാക്കിയിട്ട് നന്നായിട്ട് ആറിയിട്ടുള്ള പാലാണ് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ബേക്കിംഗ് പൗഡർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. വീണ്ടും ഒരു 1/4 കപ്പ് പാല് കൂടെ ഇതിലോട്ടേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ ഏകദേശം റെഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ അല്പം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്, ഒറ്റയടിക്ക് ചേർക്കാൻ പാടില്ല. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ കേക്ക് ആവിയിൽ വേവിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു അപ്പച്ചെമ്പ് ഞാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട്. ഇതിൽ വെള്ളമുണ്ട്. വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോഴാണ് നമ്മൾ ഇതിലോട്ടേക്ക് കേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ തടവുന്നുണ്ട്. അപ്പം ഈ ഒരു മൗൾഡ് നമ്മൾ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലോട്ടേക്ക് നമ്മുടെ ബാറ്ററിൻ്റെ ഒരു പകുതിയോളം എടുത്തൊഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ കേക്ക് വെന്ത് കിട്ടാൻ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ പകുതി ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിലുള്ള എയർ ബബിൾസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേക്കും വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ മൗൾഡ് അതിലോട്ടേക്ക് എടുത്തു വെക്കാം. ഏകദേശം 1 മിനിറ്റ് നമുക്കിങ്ങനെ കവർ ചെയ്തിട്ട് കുക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തൊക്കെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു 20 മിനിറ്റോളം നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. 20 മിനിറ്റ് കഴിയുമ്പം ഒരു ഇർക്കിൽ വെച്ചിട്ട് ഒരു സ്ക്വയർ വെച്ചിട്ട് ഇതുപോലെ കുത്തി നോക്കുക. വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു 5-10 മിനിറ്റും കൂടെ നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. പക്ഷെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണിത്. നമുക്ക് ഇതേ പ്രോസസ്സ് തന്നെ ബാക്കിയുള്ള ബാറ്ററിനും കൂടി ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒരു മൗൾഡ് ഗ്രീസ് ചെയ്തിട്ട് അതിൽ ബാക്കിയുള്ള ബാറ്ററും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് പാത്രത്തിലോട്ടേക്ക് ഇറക്കി വെക്കാം. 1 മിനിറ്റ് ഒന്ന് വേവിച്ചതിന് ശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തും ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു 20-25 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം സ്ക്വയർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മുടെ കേക്ക് നമുക്ക് ഇതുപോലെ അൺമോൾഡ് ചെയ്തെടുക്കാം. ഒരു പാത്രത്തിലോട്ടേക്ക് മാറ്റുക. തണിഞ്ഞതിന് ശേഷമാണ് വേറൊരു പാത്രത്തിലോട്ടേക്ക് ഞാൻ മാറ്റുന്നത്. അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടിട്ടുള്ളത്. ഇതൊന്നും ഇട്ടിട്ടില്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല.
പിന്നെ മധുരം എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പം ഞാനിവിടെ 7 ടേബിൾ സ്പൂണേ എടുത്തിട്ടുള്ളൂ. അതൊരു ഇളം മധുരമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിരുചികരമായിട്ടുള്ളൊരു കേക്കാണിത്. അപ്പം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഇത് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ കമൻ്റായിട്ട് അറിയിക്കുക. വീണ്ടും ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോസൊക്കെ കാണുക. അതിനുവേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് വീണ്ടും നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.